ഇവൻ പരാതിക്കാരനാണ് എന്ന് പറഞ്ഞ് ഒരു മുഖമിട്ട് ഇവനെ വൃത്തികേടാക്കാൻ ശ്രമിക്കുന്നവരല്ലേ അത് ചെയ്യുന്നത്. ഒരു ആള് പ്രതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരൻ എന്ന് പറയേണ്ടത് കോടതിയാണ്. എൻ്റെ കാര്യത്തിൽ ഞാനാണ് ഇതിൻ്റെ ധീര എന്ന് പറയുന്നത്. എന്നെ ചിലർ മനഃപൂർവ്വം ഈ കേസിൽ കുടുക്കി. കാരണം ഇതിൻ്റെ അകത്ത് 10-20 പേര് ഒരുമിച്ചുള്ളപ്പോൾ ഒരു ഷൂട്ടാണ്. ഈ സമയത്ത് ഒന്നും നടക്കാൻ സാധ്യതയില്ല. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് തെളിയുകയും പിടിക്കുകയും ചെയ്തു. പക്ഷേ വേടന് വീണ്ടും സർക്കാർ വേദി കൊടുത്ത് ചേർത്ത് നിർത്തി. മുകേഷൻ നായർക്ക് എന്താ? മുകേഷൻ നായരെ കോടതി അനുകൂലിച്ചു, എന്നിട്ട് മുകേഷ് നായരെ എങ്ങനെങ്കിലും തള്ളി മാറ്റാൻ നോക്കുകയാണ്. ആൾക്കെതിരെ ആക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പം ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് അങ്ങനെ ഒരു സംഘടിതമായ നീക്കമാണെന്ന് എനിക്ക് ഇതിൻ്റെ അത് തോന്നുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ SNC ലെവലിൽ കേസ് ഉണ്ടായിരുന്നില്ലേ? ഞാൻ പ്രതിയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ, ഞാൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ നിമിഷം എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഞാൻ എൻഡ് ചെയ്യും. കാരണം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടില്ല. എനിക്ക് എൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ചലഞ്ചായിട്ട് പറയുന്നത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഫോർട്ട് ഹൈസ്കൂളിൽ ഇൻഫ്ലുവൻസറും അതുകൂടാതെ സോഷ്യൽ മീഡിയ വ്ളോഗർ കൂടിയായ മുകേഷ് M. നായർ പങ്കെടുത്തത് വലിയ രീതിയിലുള്ള വിവാദമായിരിക്കുകയാണ്. കാരണം പോക്സോ കേസ് പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ് ഇദ്ദേഹം. ഇതിനെ തുടർന്നാണ് ഈ ഒരു സ്കൂളിലെ പ്രവേശനോത്സവത്തിൽ ഇദ്ദേഹം പങ്കെടുത്തത് വലിയ വിവാദമായിരിക്കുന്നത്. ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നു, ഈ പോക്സോ കേസ് പ്രതി പങ്കെടുത്ത സംഭവത്തിൽ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചത് എന്ന് മുകേഷ് M. നായർ തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ്. ഈ സ്കൂളിൽ പങ്കെടുത്ത ഈ പരിപാടിയിൽ നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? തങ്ങളിപ്പോൾ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്നു, ജാമ്യം ലഭിച്ചു എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു. സത്യത്തിൽ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു ആൾ പ്രതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയാൾ കുറ്റക്കാരൻ എന്ന് പറയേണ്ടത് കോടതിയാണ്. ഇപ്പോൾ എൻ്റെ കേസ്, എനിക്കെതിരെ ഒരു FIR വന്നു, കോടതിയിൽ കേസ് എത്തുന്നു. കോടതി പ്രൈമ ഫേസ് പ്രാഥമികമായി ഞാൻ സമർപ്പിച്ച തെളിവുകൾ പരിശോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിഭാഗം പരിശോധിച്ച തെളിവുകൾ പരിശോധിച്ചുകൊണ്ട് പുറപ്പെടുവിച്ചതാണ് ഈ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. അതിൽ കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പ്രൈമ ഫേസ് അല്ലെങ്കിൽ ഫോൾസ്ലി അലീഗ്ഡ് ആണ്, ഡ്രാഗ്ഡ് ആണെന്നുള്ള അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമേ ഇത്തരം കേസുകൾക്ക് ജാമ്യം കൊടുക്കൂ. കാരണം അറിയാമല്ലോ, ഇതൊരു വളരെ ഗ്രാവിറ്റിയുള്ള കേസാണ്. നമ്മളും ഇതുപോലുള്ള കേസുകൾക്ക് ഇരയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്, നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാനാണ് ഇതിൻ്റെ ധീര എന്ന് പറയുന്നത്. എന്നെ ചിലർ മനഃപൂർവ്വം ഈ കേസിൽ കുടുക്കി. കാരണം ഇതിൻ്റെ അകത്ത് 10-20 പേര് ഒരുമിച്ചുള്ളപ്പോൾ ഒരു ഷൂട്ടാണ്. ഈ സമയത്ത് ഒന്നും നടക്കാൻ സാധ്യതയില്ല. ഈ പറഞ്ഞ പരാതിപ്പെട്ട ആൾക്കാർ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാ കാര്യങ്ങളും അവിടെ കോടതി വ്യക്തമായി പരിശോധിച്ചിട്ടാണ് എനിക്ക് ജാമ്യം തന്നത്. അപ്പോൾ ജാമ്യം തന്നതിന് ശേഷവും വീണ്ടും വേട്ടയാടപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം കേസുകൾ കുത്തിപ്പൊക്കി, ഇപ്പോൾ ഇലക്ഷൻ സമയമാണല്ലോ, എന്നെപ്പോലെ ഒരു തന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചടിച്ച് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനൊരു വലിയ സർക്കാർ ശക്തമായി നിലപാടെടുത്തെന്ന് പറഞ്ഞാൽ അവരത് വിൽക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ എന്നെപ്പോലുള്ള ഒരാളെ കിട്ടി. ഇപ്പം ഈ പ്രാവശ്യം കിട്ടിയത് ഞാനായിപ്പോയി. അപ്പം ഞാൻ റെഡിയാണ്. നിങ്ങൾ മടി കാണിക്കണ്ട. വേടൻ്റെ കാര്യവും മുകേഷ് നായരുടെ കാര്യവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ വേടനെ ബഹുമാനമാണ്, വേടനോട് നിലപാടുകൾ വ്യത്യാസമുണ്ട്, വേടന് ബഹുമാനമാണ്. വേടൻ കഞ്ചാവ് ഉപയോഗിച്ചെന്ന് തെളിയുകയും പിടിക്കുകയും ചെയ്തു. പക്ഷേ വേടന് വീണ്ടും സർക്കാർ വേദി കൊടുത്ത് ചേർത്ത് നിർത്തി. മുകേഷൻ നായർക്ക് എന്താ? മുകേഷൻ നായരെ കോടതി അനുകൂലിച്ചു, എന്നിട്ട് മുകേഷ് നായരെ എങ്ങനെങ്കിലും തള്ളി മാറ്റാൻ നോക്കുകയാണ്. ആൾക്കെതിരെ ആക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. എന്തൊരു കഷ്ടമാണ്. ആലോചിച്ച് നോക്കി, കോടതി അനുകൂലിച്ച മുകേഷൻ നായരെ പരിപാടിക്ക് വിളിച്ച് അവർക്കെതിരെ ആക്ഷൻ ഉണ്ടാവും. ഇനി അവർക്ക് സസ്പെൻഷൻ കിട്ടും, അവർക്ക് ശമ്പളം പോവും. എന്തൊരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആണ്, എന്തൊരു ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് വേടനെ പോലെ ചേർത്ത് പിടിക്കണ്ട. വേടനേക്കാൾ ഈ കാഷിൽ പൂർണ്ണമായി നിരപരാധിയായ കോടതി അനുകൂലിച്ച മുകേഷ് നായരെ തെള്ളി മാറ്റരുതെന്നുള്ളതാണ് ശിവൻകുട്ടി സാറിനോട് അടക്കമുള്ള, ബിന്ദു മാഡത്തോട് അടക്കമുള്ള അഭിപ്രായം. ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വരാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കേസ് എനിക്കെതിരെ വന്നല്ലോ. ആ കേസ് വന്നതിന് ശേഷവും പഴയതിനേക്കാൾ കൂടുതൽ ഉദ്ഘാടനങ്ങളും പഴയതിനേക്കാൾ കൂടുതൽ ഇതുപോലുള്ള ഇനോഗ്രേഷൻസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ പ്രൊമോഷൻസാണ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ ആൾക്കാർക്ക് അത് മനസ്സിലായതുകൊണ്ടാവാം, ഇത് പുള്ളി നിരപരാധി ആണെന്ന് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഇങ്ങനത്തെ കേസിന് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഊഹിക്കാമെന്നുള്ളേ ഉള്ളൂ. കാരണം പുള്ളിയെ മനഃപൂർവ്വമായി പെടുത്തിയതായിരിക്കാം. അപ്പോൾ അത്തരം ഉദ്ഘാടനങ്ങളും അതുപോലുള്ള പ്രൊമോഷൻസും ഒക്കെ കൂടുതലാണ്. ഓൾറെഡി ഞാൻ 1000+ ഇനോഗ്രേഷൻ ചെയ്ത് ഒരു വേൾഡ് റെക്കോർഡ്, അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലുപരി വീണ്ടും
ഇവനെ ഒന്ന് മറ്റേ 2 ബക്കറ്റ് വെള്ളത്തിൽ അണയ്ക്കാമെന്ന് ശ്രമിച്ചപ്പോൾ ആ ഒഴിച്ച വെള്ളം മണ്ണെണ്ണയോ പെട്രോളോ ആയി മാറുന്നു എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ് അങ്ങനെ ഒരു സംഘടിതമായ നീക്കമാണെന്ന് എനിക്ക് ഇതിൻ്റെ അത് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഇലക്ഷൻ സമയമാണ്. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് വന്നാൽ ആരെങ്കിലുമൊക്കെ എന്നെ ബലികേടാക്കാം, അല്ലെങ്കിൽ ആ പറഞ്ഞ സ്കൂളിലെ പ്രധാന അധ്യാപകനെ ബലികേടാക്കാം, അവർക്കൊക്കെ നടപടി കൊടുക്കാം. അപ്പം സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ നോക്കുകയാണ്. പാവപ്പെട്ട കള്ളക്കേസ് പേരിൽ പ്രതി പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ വിറ്റിട്ടാണ്, ഒരുപക്ഷെ എന്നെ വിറ്റ് നിങ്ങൾ വോട്ട് പിടിക്കല്ലേ, കാരണം എന്നെ വിട്ട് വോട്ട് പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ഇതിനേക്കാളും വലിയ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ SNC ലാവലിൻ കേസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിച്ചാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ഈ പറയുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ എത്ര കേസുകളുണ്ടായിരുന്നു? ഒരുപാട് ക്രിമിനൽ കേസുകൾ. അപ്പോൾ അദ്ദേഹം അസംബ്ലിയിൽ ഉണ്ടാക്കിയ കൊലപാതകങ്ങളൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ കോളേജ് പഠിക്കുമ്പോഴേ കണ്ടിട്ടുള്ളതാണ്. TV കണ്ട ഓർമ്മയാണ് എനിക്ക്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതൊന്നും കണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ഇല്ല. അദ്ദേഹം പല സ്കൂളുകളിലും കോളേജിലും പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരാൾക്കെതിരെ ഒരു വ്യാജമായ പരാതി വരുന്നു, അയാൾക്കെതിരെ കേസ് എടുക്കുന്നു, അയാളെ കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്ത് പുള്ളിയുടെ ജീവിത പ്രശ്നം നോക്കി നടക്കുകയാണ്. പക്ഷേ അവനെ വീണ്ടും വേട്ടയാടുകയാണ്, എന്നെ വേട്ടയാടുകയാണ്. ഇപ്പോൾ രാഹുൽജി ഇവിടെ വേടൻ്റെ കാര്യം പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും കേൾക്കുകയും പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് പോവുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇങ്ങനൊരു കാര്യം. എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് ആണോ സർക്കാർ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എന്തുകൊണ്ട് എന്നെ കാരണം കോടതി പോലും ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ നിന്ന് വിട്ട ഒരാളെ എന്തുകൊണ്ട് ഇങ്ങനെ ക്രൂശിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഒരുപാട് ഇനോഗ്രേഷൻസ് അല്ല ഒരുപാട് പ്രൊമോഷൻസ് കിട്ടുന്നുണ്ട്. ഒരു സർക്കാർ വേദി തന്നില്ലേ, ഒരുപാട് സർക്കാർ പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തന്നില്ലെങ്കിൽ നമുക്കൊരു വിഷയമില്ല. പക്ഷേ ഉപദ്രവിക്കരുത് നിങ്ങൾ. പിന്നെ അനാവശ്യമായ വ്യാജ കേസുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈലേജിന് വേണ്ടിയിട്ട്, സർക്കാരിൻ്റെ മൈലേജിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്നെപ്പോലുള്ള പാവങ്ങളെയും ആ സ്കൂളിലെ ഉദ്യോഗസ്ഥരെയും മറ്റാൾക്കാരെയൊന്നും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതെൻ്റെ ഒരു അപേക്ഷയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കോടതി എന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ പ്രതിയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ, ഞാൻ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ആ നിമിഷം എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഞാൻ എൻഡ് ചെയ്യും. എനിക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ളതാണ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക് ഉൾപ്പെടെ. അപ്പോൾ അത്രയും അക്കൗണ്ടുകൾ ഞാൻ ആ നിമിഷം ഡീആക്ടിവേറ്റ് ചെയ്ത് എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് ഞാൻ അവിടെ അവസാനിപ്പിക്കും. കോടതി ഒരുപക്ഷെ ഞാൻ അപരാധിയാണെന്ന് കണ്ടെത്തുകയാണ്. പക്ഷേ ഒരുപക്ഷെ നിരപരാധിയാണെന്ന് വിളിക്കുകയാണെങ്കിൽ ഇത്രയും നാൾ എന്നെ ക്രൂശിച്ചവരൊക്കെ തിരിച്ചു പറയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതുപോലെ ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. കോടതിയിൽ ഞാൻ വിശ്വസിക്കുന്നു, നിയമത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. എനിക്ക് വേണ്ടി മാത്രമല്ല, ഒരുപാട് പുരുഷന്മാർ ഇതുപോലുള്ള വ്യാജ പരാതികളിൽ പെട്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയുന്ന കണക്ക് ഈ മൈക്ക് പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓണർ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അനാവശ്യമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. കോടതി അദ്ദേഹത്തിന് ബെയിൽ കൊടുത്തു വിട്ടു. എന്തിനാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നത്? പാതിരാത്രി വീട്ടിൽ കയറിയെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു പാവപ്പെട്ട മനുഷ്യനെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോടതി ബെയിൽ, ആ കോടതി ബെയിൽ കൊടുത്താൽ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യാജ പരാതികൾ, വ്യാജ കേസുകൾക്കെതിരെ നമ്മളുടെ പോരാട്ടം ഇനിയും തുടരും. പിന്നെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെട്ടില്ല. എനിക്ക് എൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ചലഞ്ചായിട്ട് പറയുന്നത്. ഞാൻ കുറ്റവാളിയാണെന്ന് കോടതി തെളിയിച്ചാൽ, അല്ലെങ്കിൽ കോടതിയിൽ തെളിഞ്ഞാൽ ആ നിമിഷം ഇത്രയും ഫോളോവേഴ്സ് ഉള്ള അല്ല എൻ്റെ സകല അക്കൗണ്ടുകളും ഡീആക്ടിവേറ്റ് ചെയ്ത് ആ മൊമെൻറ്റിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ലൈഫ് എൻഡ് ചെയ്യും. പരാതി നൽകിയ ഈ കുട്ടി, ആ കുട്ടീൻ്റെ കുടുംബവുമായി മുൻപെങ്കിലും പരിചയമുണ്ടോ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ആ ഷൂട്ടിനിടെ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഈ ഒരു കോടതിയിലെ കേസ് ഇരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. പക്ഷേ ഇത് എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ പിന്നിൽ നിന്ന് മറ്റുള്ളവർ പ്രവർത്തിച്ചാണ് അതിനെക്കൊണ്ട് പരാതി കൊടുപ്പിച്ചത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. എനിക്കൊന്ന് അതിനെയും ഇതിൻ്റെ അകത്തൊരു ഇരയാക്കി എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് തോന്നുന്ന കാര്യം. കാരണം മറ്റുള്ളവർ ഇതൊരു അവസരമായി ഉപയോഗിച്ചിട്ട് ആ ഷൂട്ടിൽ കഴിഞ്ഞ 2.5 മാസത്തിന് ശേഷമാണ് അതിൻ്റെ 16ാമത്തെ എന്തോ പിറന്നാളെന്ന് വരുന്നത്. അപ്പോൾ ആ പോസ്റ്റ് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി കൊച്ചുകുട്ടിയാണ്. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇതിൽ എന്നെ പെടുത്തിയതാണ്. വിദ്യാലയത്തിൽ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ആരാണ് ക്ഷണിക്കുന്നത്? ഇന്ന് രാവിലെ സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, ഈ അതിഥി വരും എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നാണ്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കറിയാം, അധ്യാപകർക്കറിയാം, JCA ഉള്ള അധികാരികൾക്കറിയാം. കാരണം എന്നോടൊപ്പം പോസ്റ്ററിൽ പ്രിൻസിപ്പളും പിന്നെ പ്രിൻസിപ്പളിനോടൊപ്പം റിട്ടയർഡ് അസിസ്റ്റൻറ്റ് കമ്മീഷണറും പിന്നെ പഞ്ചായത്ത് മെമ്പറോ വാർഡ് മെമ്പറോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ പോസ്റ്റർ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ 48 മണിക്കൂറിൽ കൂടുതൽ ഷെയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അത്തരം ഇതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ അവരൊക്കെ അറിയുന്നതല്ലേ. അപ്പോൾ ഇത് ഞാൻ വരുന്നുണ്ടെന്ന് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. ഞാൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഞാൻ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടും എല്ലാവരുമായിട്ടും ഞാൻ സംസാരിച്ചു. പക്ഷേ ഇതൊരു വിവാദമായി, അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെ വിൽക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വിവാദമാക്കി ഇതിന് വല്ല പൊളിറ്റിക്കലി വല്ല മൈലേജ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ചിലർ അതിനെ വിവാദമാക്കിയപ്പോൾ
തീർച്ചയായിട്ടും ഞാൻ പ്രിൻസിപ്പളിനോടൊപ്പമാണ്. കാരണം അദ്ദേഹം ഇതിനകത്ത് എന്ത് പഠിച്ചു മനസ്സിലായില്ലേ? അദ്ദേഹം സ്കൂളിലൊരു പരിപാടി നടക്കുന്നു, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു, നമ്മൾ JC-യുടെ ഭാഗമായിട്ട് അവിടെ എത്തുന്നു, പരിപാടി കഴിഞ്ഞ് നമ്മൾ വരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരാൾ പേരിലൊരു വ്യാജ പരാതി അല്ലെങ്കിൽ വ്യാജ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആജീവനാന്തകാലം ഞാൻ പരിപാടിക്കൊക്കെ പോകാതിരിക്കണം. എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, എന്നെ ആൾക്കാർ വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അല്ലാതെ ഞാൻ ഈ പരിപാടിക്ക് വരട്ടെ എന്ന് ചോദിച്ചാൽ നമ്മളൊരിടത്തും പോകുന്നില്ല. നമ്മളെ എല്ലാവരും ഇനോഗ്രേഷൻ, അതുപോലെ ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങൾ ഇനോഗ്രേഷനിൽ പെയ്ഡായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമ്മളെ ഒന്ന് ചവിട്ടി താഴ്ത്താനോ അല്ലെങ്കിൽ ഒന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി നിർത്താനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. കാരണം ഒരു ഇൻഫ്ലുവൻസർ ഇത്രയും വളരാമോ എന്നുള്ളതാണ്. മറ്റ് ഇൻഫ്ലുവൻസേഴ്സിന് ഇല്ലാത്ത ബ്രാൻഡ് കൊളാബറേഷൻസും ഇനോഗ്രേഷൻസും പ്രൊമോഷൻസും ഒരു ഇൻഫ്ലുവൻസറിന് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനൊരു ഇൻഫ്ലുവൻസർ മാത്രമല്ല, നമ്മൾ ബേസിക്കലി എൻ്റെ നല്ലൊരു ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. എരീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ആ ജോലി വിട്ടിട്ടാണ് ഞാൻ ഈ പണിക്ക് വരുന്നത്. അപ്പോൾ അത്തരം എൻ്റെ പാഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അത്തരം പാഷനേറ്റ് ആയുള്ള ഒരാളാണ്. അല്ലാതെ ഞാൻ അല്ലെങ്കിൽ ഇത് ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം ഇതിലോട്ട് വരുന്ന ആളല്ല. നമ്മൾ നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഇതിലോട്ട് വന്നതാണ്. നല്ല ശമ്പളമുള്ള ഇതിനേക്കാൾ വരുമാനമുള്ള ഒരു ജോലി കളഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അകത്തോട്ട് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഏൺ ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ ആയിരിക്കും ആൾക്കാരുടെ പ്രശ്നം.